ഞാൻ ശരിക്കും തിരുവനന്തപുരം സൂവായിട്ടുള്ളൊരു അസോസിയേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് അതൊരു കഥയാണ്. അത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പെത്തോളജിയിലാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അന്ന് ഈ കാട്ടുപോത്തുകൾ അകാരണമായിട്ട് മരണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ അന്നത്തെ DFO ഈ കോളേജിലെ ഡീനിനെ റിക്വസ്റ്റ് ചെയ്യും. അവിടെ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സംഘം ഈ പറമ്പിക്കുളത്ത് പോവുകയാണ്. അപ്പോൾ പറമ്പിക്കുളത്ത് ഞങ്ങൾ എത്തുന്നത് രാത്രി ഏതാണ്ട് 2 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ DFO രാത്രിയിലുള്ള ഈ നൈറ്റ് ലൈഫ് പറമ്പിക്കുളത്തെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ആ ജീപ്പിൽ കയറ്റി അവിടെ അതിനകത്ത് ലൈറ്റ് ഇട്ട് പറമ്പിക്കുളത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ ഈ ജീപ്പിൻ്റെ പുറയിൽ വലിഞ്ഞു നിന്ന് രാത്രി 2 മണിക്ക് ഇതെല്ലാം കാണുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ അവസാനം ഇതിൻ്റെ രോഗകാരണങ്ങളൊക്കെ കണ്ടെത്തി. ഈ DFO വളരെ ഇമ്പ്രസ്ഡായി. അദ്ദേഹത്തിൻ്റെ പേര് CS യാലക്കി എന്നായിരുന്നു, CS യാലക്കി IFS. അപ്പോൾ അങ്ങനെ ഞാൻ 97 ട്രിവാൻഡ്രത്തേക്ക് തിരിച്ച് ജോലി ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം മൃഗശാലയുടെ ഡയറക്ടർ CS യാലക്കിയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് മുതലേ ഈ സൂവിൽ എന്തെങ്കിലും ഒരു ഡെത്ത്, എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കും. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റൂമിൽ ഈ ഡയറക്ടർ വരികയും വളരെ ഇൻക്വിസിറ്റീവാണ് സാറ്. നമ്മൾ പോസ്റ്റ്മോർട്ടം തീർക്കുന്നതിന് മുമ്പേ ചോദിക്കും, ജേക്കബ് വാട്ട് വാസ് ദ റീസൺ, എന്താ കാര്യം, അത് അദ്ദേഹത്തിന് അറിയണം. ആ റീസൺ കിട്ടിയിട്ട് വേണം ഈ അടുത്ത ആനിമൽസിന് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എടുക്കാൻ. ശരിക്കും മൃഗങ്ങളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെയല്ല. ഇപ്പം കുറേ ആനിമൽസ് ഉണ്ടെങ്കിൽ അതിലൊരു മൃഗം എന്ത് കാരണം കൊണ്ട് മരിക്കുന്നു, ആ മരണകാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ രോഗം മറ്റുള്ളവയിലോട്ട് വന്നിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇൻഫർമേഷൻ ആസ് എൻ IFS ഓഫീസർ ആ ഫോറസ്റ്റിലെ ആ ഒരു ഉദ്യോഗസ്ഥന് വളരെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമായിരുന്നു. അപ്പോൾ ഈ എന്ത് പോസ്റ്റ്മോർട്ടം വന്നാലും വിളിക്കും. അങ്ങനെ ഒരു അസോസിയേഷൻ ഞാൻ സൂവിൽ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അതായത് 97 തൊട്ടേ ഉണ്ടായിരുന്നു. അതും മാത്രമല്ല, സൂവിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിലേക്ക് ക്ഷണിക്കും. അപ്പം അങ്ങനെ ഈ സൂവിൽ തന്നെ ഓഡിറ്റോറിയത്തിൽ നമ്മളിങ്ങനെ പല പല പ്രസൻറ്റേഷൻസ് ആ കാലത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫൈനലി ഈ സൂവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറേ ഉള്ളൂ. ഒരു ഡോക്ടർ ആണ് ഈ അനിമൽസിനെ കംപ്ലീറ്റ് 365 ദിവസവും 24 മണിക്കൂർ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പാത്തോളജിസ്റ്റ് അവിടെ വേണം എന്നൊരു ഒരാഗ്രഹം, താല്പര്യവും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുകയും ഫൈനലി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 എന്നെ തന്നെ അവിടുത്തെ ഡോക്ടറായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വന്നത്. അപ്പം തുടക്കത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ആ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പെത്തോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നമ്മളിവിടെ ഈ പോസ്റ്റ് ക്രിയേഷൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഡോക്ടറായിട്ട് പോസ്റ്റ് ചെയ്തപ്പം എന്താ സംഭവിച്ചത്, ഞാൻ ശരിക്കും ഒറ്റയ്ക്ക് ഈ ആനിമൽസിനെ കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യേണ്ടതും അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൊരു ചുമതല വന്നു. പക്ഷേ ഈ 1997 തൊട്ട് ഒരു 2011 വരെ സ്ഥിരമായിട്ട് അവിടെ പോവുകയും ഈ പോസ്റ്റ്മോർട്ടംസും ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങൾ നടത്തുകയും ആ ചാർജിൽ വരുന്ന ഡോക്ടർമാരെ പല കാര്യങ്ങൾക്കായിട്ട് സഹായിക്കുകയും അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൈവെള്ള പോലെ അവിടുത്തെ ആനിമൽസിൻ്റെ രോഗങ്ങൾ എന്താണെന്നും അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്നും അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ 12 വർഷമല്ല, ഇത് ഒരു 2 വയസ്സ് മുതൽ സുഖമായിട്ടുള്ള ബന്ധമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഒരു വെറ്റിനറിയൻ എന്നുള്ള രീതിയിൽ കൂടുതലും 97 തൊട്ടുള്ള ഒരു അടുത്ത ഇതാണ് നമുക്ക് ആ ഒരു ടാസ്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലാർജ് സൂ കാറ്റഗറിയിൽ വരും. അതായത് ഇന്ത്യൻ സൂസ് മാൻ ചെയ്യുന്നത് CSDA എന്ന് പറയും, സെൻട്രൽ സൂ അതോറിറ്റി. അവർ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സൂസിനെ അവർ ക്ലാസിഫൈ ചെയ്യും. ലാർജ് സൂ കാറ്റഗറി, മീഡിയം സൂ കാറ്റഗറി, സ്മോൾ സൂ.
അപ്പോൾ തിരുവനന്തപുരം മൃഗശാല വളരെ ചെറിയൊരു ഏരിയയിലാണ്, 55 ഏക്കറേ ഉള്ളൂ. പക്ഷേ ലാർജ് സൂ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം അതിനകത്തുള്ള മൃഗങ്ങളുടെ വൈവിധ്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സ്പീഷീസിൻ്റെ ആ വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ വെച്ചിട്ട് ലാർജ് സൂ കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ലാർജ് സൂ കാറ്റഗറിയിൽ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൂവിൽ അന്നും ഇന്നുമൊക്കെ ഒരു ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ ഇത്രയും ഒരു 100-ൽ പരം സ്പീഷീസ് ഉണ്ട്. ഈ ജീവജാലങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. മാത്രമല്ല ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഇത്രയും വർഷം അത് കൊണ്ടുപോകാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഒരു ടാസ്ക്, അതൊരു ചലഞ്ചിങ് ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.